ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1731 ദിവസമായി ഇന്ന് 2026 ഫെബ്രുവരി മാസം 9 തിങ്കളാഴ്ച. 1201 ആണ്ട് മകരമാസം 26 ഗുരുവചനങ്ങളിലൂടെ. ഗൃഹസ്ഥാശ്രമി ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ഈ 5 ധർമ്മങ്ങളെയും കായശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഈ 5 ശുദ്ധികളെയും സഫലമായ പഞ്ചമഹായജ്ഞങ്ങളെയും അനുഷ്ഠിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വിഗ്രഹഭാഷയിലെ ആരോഹണയോഗം എന്ന് വിവരിക്കുന്നതിൻ്റെ 26 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ശിവലിംഗത്തെ അടിയും മുടിയും കാണാനാവാത്ത ഒരു ജ്യോതിസ്തംഭമായും കൽപ്പിച്ചു പോരാറുണ്ട്. ജ്യോതിർലിംഗം എന്നാണ് യോഗാത്മകമായ വിഗ്രഹഭാഷയിൽ അതിനെ വായിക്കുന്നത്. അത് ലംബമാനമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീനാളമാണ്. അതിലെ ഉപരിതനത്വം ചിജ്ജടങ്ങൾക്കതീതമായ പരമമായ പൊരുളിനെ കുറിക്കുന്നു. സത്യത്തിൽ നിഹിതമായിരിക്കുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും ദ്വൈതഭാവങ്ങളെയും നിഷ്പക്ഷമാക്കി സമരസപ്പെടുത്തി സ്വന്തം സദ്ഘനതയിൽ വിലീനമാക്കി കളയുന്നതാണ് ആ പരമ്പൊരുൾ. ഇങ്ങനെ പൂർണ്ണമഹിമാവോടുകൂടി വെട്ടിത്തിളങ്ങുന്ന ജ്യോതിർലിംഗം സ്വർഗത്തെയും ഭൂമിയെയും തൊട്ടു നിൽക്കുന്നു. വിഗ്രഹഭാഷയിൽ പറയുകയാണെങ്കിൽ വിഷ്ണു പന്നിയുടെ രൂപത്തിൽ തുരന്നു ചെന്നിട്ട് ആടി കണ്ടെത്തിയിട്ടില്ലാത്ത, ബ്രഹ്മാവ് അരയന്നമായി പറന്നു പൊങ്ങിയിട്ട് മുടി കണ്ടെത്തിയിട്ടില്ലാത്ത അഗ്നിശൈലമാണത്. അനാദ്യന്തവും നിരാമയവുമായ പരമ്പൊരുളിൻ്റെ പ്രതീകമാണ് ശിവലിംഗമെന്ന് സാരം. സത്യത്തിൻ്റെ നിഗൂഢതയാണ് അത് വെളിവാക്കുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.